CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. നടക്കാവ് ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പിറവത്ത് നിന്ന് മുളന്തുരുത്തിയിലേക്ക് ജനകീയ മാർച്ച് നടത്തി. പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. NRIG വർക്കേഴ്സ് യൂണിയൻ ഉദയനാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പൊങ്കാല നടത്തി. AITUCയുടെ നേതൃത്വത്തിൽ മോട്ടോർ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വിവിധ യൂണിയനുകൾ ഒന്നായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. നടക്കാവ് ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പിറവത്ത് നിന്ന് മുളന്തുരുത്തിയിലേക്ക് ജനകീയ മാർച്ച് നടത്തി. നടക്കാവ് കൂത്താട്ടുകുളം ഹൈവേ ജനറൽ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിക്കുഴിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പിറവത്ത് നിന്നും മുളന്തുരുത്തിയിലേക്ക് ജനകീയ മാർച്ച് നടത്തി. നൂറുകണക്കിന് കർമ്മസമിതി അംഗങ്ങൾ അണിനിരന്ന മാർച്ച് മുൻ MLA MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കർമ്മസമിതി അധ്യക്ഷൻ MT പൗലോസ് അധ്യക്ഷനായിരുന്നു. ഫാദർ സ്കറിയ വട്ടക്കാട്ടിൽ, ഫാദർ ജോസ് കുറ്റിക്കേരിൽ, AM ചാക്കോ, KP സലീം, CK പ്രകാശ്, ES ജോൺ, KN സുഗതൻ, KN ഗോപി, ജൂലി സാംബു, സോജൻ ജോർജ്, സജി നെരുപ്പുകാട്ടിൽ, ഉണ്ണി വലയിൽ, VS സത്യൻ, ഷാജി കണ്ണങ്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് പേപ്പതിയിലും ആരക്കുന്നത്തും സ്വീകരണം നൽകി. മുളന്തുരുത്തിയിലെ സമാപന യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു. റോഡ് കുഴിക്കുന്നതിനെതിരെ ശക്തമായ സമരപരിപാടികൾ തുടരുമെന്ന് കർമ്മസമിതി വ്യക്തമാക്കി. അടുത്ത മാസം 9-ന് പിറവത്ത് നിന്നും മുളന്തുരുത്തിയിലേക്ക് മനുഷ്യമതിൽ തീർക്കാം. അതിനിടെ ഹൈവേ കുഴിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ പിറവം മേഖലയിൽ നിന്നുള്ള എതിർപ്പ് അവഗണിച്ച് പൈപ്പ് ലൈൻ വിന്യസിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പേപ്പതിക്ക് സമീപം സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഏറ്റെടുത്ത സ്ഥലത്ത് ട്രെഞ്ച് വെട്ടുന്നതിനും റോഡ് നിർമ്മിക്കുന്നതിനുമുള്ള ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പിറവം പുഴയിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം പശ്ചിമ കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനുള്ള പൈപ്പ് ലൈനുകൾ വിന്യസിക്കുന്നതിനായി പേപ്പതി മുതൽ മുളന്തുരുത്തി വരെ നടക്കാവ് റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനാണ് ജല അതോറിറ്റിയുടെ നീക്കം. നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ നടക്കാവ് റോഡിന് സമാന്തര മാർഗങ്ങൾ പരിശോധിക്കുവാനായി നേരത്തെ സർക്കാർ പൊതുമരാമത്ത് വകുപ്പിലെയും ജല അതോറിറ്റിയിലെയും ഉന്നതരടങ്ങുന്ന വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം കർമ്മസമിതിയുടെ നേതൃത്വത്തിലും ബദൽ മാർഗം അവതരിപ്പിച്ചിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് ഇപ്പോഴത്തെ നീക്കമെന്നാണ് പരാതി. 10 കോടി രൂപയോളം ചെലവിട്ട് പൂർത്തിയാക്കിയ റോഡ് വെട്ടിക്കുഴിച്ച് വീണ്ടും അതേ നിലവാരത്തിൽ നിർമ്മിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടും യാത്രാ ദുരിതവും പരിഗണിച്ച് ഇനിയെങ്കിലും പ്രശ്നത്തിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് കർമ്മസമിതിയുടെ ആവശ്യം. നമ്മൾ കൊച്ചിയിലേക്ക് വെള്ളം കൊണ്ടുവന്ന ഒരിക്കലും എതിരല്ല. പക്ഷേ 2 പ്രപ്പോസല്, ഓൾട്ടർനേറ്റ് പ്രപ്പോസല് ഈ ജനകീയ സമിതിയുടെ ഭാഗത്ത് നിന്നല്ല ആദ്യം ഉണ്ടായത്. അത് ഉദ്യോഗസ്ഥർ തന്നെ, PWDയിലെ ഉദ്യോഗസ്ഥർ അവർ തന്നെ ഒരു പ്രപ്പോസൽ പറഞ്ഞു, ഈ റോഡല്ല, ഇതിലെ ട്രാഫിക് കൂടുതലാണ്, വളരെ പ്രധാനപ്പെട്ട റോഡാണ്, ഭാവിയിലെ കൊച്ചിയുമായിട്ടുള്ള കണക്ഷൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്നുള്ള നിലയിൽ ഇതിനേക്കായാലും പ്രാധാന്യം കുറഞ്ഞ, ട്രാഫിക് കുറഞ്ഞ, എന്നാൽ ദൈർഘ്യം കുറഞ്ഞ, ചിലവ് കുറഞ്ഞ മറ്റൊരു റൂട്ടുണ്ട് എന്ന് അതിൻ്റെ പ്ലാനും സ്കെച്ചും എസ്റ്റിമേറ്റും സഹിതം ശ്രീധരൻ എന്ന എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഒറിജിനേറ്റ് ചെയ്ത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അപ്രൂവ് ചെയ്ത് ചീഫ് എഞ്ചിനീയർ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ പ്രപ്പോസൽ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തോമസ് ഐസക്ക് ഇതിന് ചാർജ് ഉള്ളപ്പോൾ, PWDയുടെ ചാർജ് അദ്ദേഹത്തിനുള്ളപ്പോൾ എല്ലാ MLAമാരും കൂടെ ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ അവിടെ ചർച്ച ചെയ്ത് ഈ നടക്കാവ് റോഡ് ഒരിക്കലും പൊളിക്കണ്ട, വെട്ടിപ്പൊളിച്ച് മറ്റ് ഓൾട്ടർനേറ്റ് സംവിധാനമുള്ളപ്പോൾ പൊളിക്കരുത് എന്നൊരു തീരുമാനം വന്നെടുത്തിരുന്നതാണ്. റോഡ് വെട്ടിപ്പൊളിച്ചുകൊണ്ട് ഇടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
സമിതിയുടെ ഉദ്ഘാടനം ചെയ്ത ജനകീയ മാർച്ച് പിറവത്ത് നിന്ന് മുളന്തുരുത്തിയിലേക്ക് നീങ്ങുകയാണ്. സമിതിയുടെ നേതാക്കന്മാർ പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പിറവം പുളിക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് DCC പ്രസിഡന്റ് VJ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തോമസ് മലപ്പുറം അധ്യക്ഷനായിരുന്നു. മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളെ KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ആദരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് വർഗീസ് തച്ചിലുകണ്ടം, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം, അഡ്വക്കേറ്റ് IK രാജു, പിറവം ബ്ലോക്ക് പ്രസിഡന്റ് വിൽസൺ K ജോൺ, DCC മെമ്പർ KV മാത്യു, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ C പൗലോസ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ KS രാമൻ നായർ, അഡ്വക്കേറ്റ് സക്കറിയ വർഗീസ്, ബ്ലോക്ക് ട്രഷറർ മറിയാമ്മ വള്ളവത്താട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KN ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് അംഗം CM പത്രോസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് മമ്പുറം, ജവഹർ ബാലജന വേദി ചെയർമാൻ ജോയി മലയിൽ, പഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ തോമസ്, ജമ്മർ മാത്യു, മണ്ഡലം വൈസ് പ്രസിഡന്റ് MO വർഗീസ് എന്നിവർ സംസാരിച്ചു. ജോസഫ് വാഴക്കൻ MLA, പ്രൊഫസർ NP പൗലോസ് എന്നിവർ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക രംഗത്തെ പുത്തൻ മുന്നേറ്റം അത് ഈ രാജ്യത്തിന്റെ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വൻപിച്ച മാറ്റം അതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധേയമായ ഒരു രാജ്യമായി സാമ്പത്തിക മാന്ദ്യത്തിലും ആടിയുടയാതെ 120 കോടി ജനതയ്ക്ക് ഉണ്ണാനും ഉടുക്കാനുമുള്ള വസ്തുവകകളും അവർക്ക് ജീവിതത്തിലെ അവർക്ക് ഒരുപാട് സാമൂഹിക സേവന പരിപാടികളും ആവിഷ്കരിക്കാൻ പ്രാപ്തമാക്കിയത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയം തന്നെയാണ്. അതിന്റെ ഉപജ്ഞാതാവ് മൻമോഹൻ സിംഗ് തന്നെയാണ്. മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച പാതയിലൂടെ പിന്നീട് വന്ന BJP മുന്നോട്ട് പോയി. അത് വീണ്ടും മൻമോഹൻ സിംഗിലേക്ക്, അന്ന് അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു, പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തിയിരിക്കുന്നത്. പാചകവാതക സബ്സിഡി വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ഉദയനാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പൊങ്കാല നടത്തി. ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത കുറവും വില വർധനവും ചൂണ്ടിക്കാട്ടി NREG വർക്കേഴ്സ് യൂണിയൻ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത സമരം നടത്തി. ഉദയനാപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പൊങ്കാല പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരിലാലൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. N രമ അധ്യക്ഷയായിരുന്നു. KS ഗോപിനാഥൻ, PS മോഹനൻ, P മുകുന്ദൻ, മല്ലിക വാസവൻ, KB ഗിരീഷ് എന്നിവർ സംസാരിച്ചു. 12 സിലിണ്ടർ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് വെട്ടിക്കുറച്ച് 6 സിലിണ്ടറിൽ ഒതുക്കുന്ന ഒരു നയമാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ 12 സിലിണ്ടർ വീണ്ടും സ്ഥാപിക്കണമെന്ന് അല്ലെങ്കിൽ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്ത്രീ തൊഴിലാളികൾ ഭൂരിപക്ഷമുള്ള തൊഴിലുറപ്പ് നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധം. AITUCയുടെ നേതൃത്വത്തിൽ മോട്ടോർ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വിവിധ യൂണിയനുകൾ ഒന്നായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. കോട്ടയം ജില്ലാ പ്രൈവറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിലാണ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TN രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. AITUC താലൂക്ക് കോർഡിനേറ്റർ KS രത്നാകരൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി MG ശേഖരൻ, MD ബാബുരാജ്, R ബിജു, MS രാമചന്ദ്രൻ, VK അനിൽകുമാർ, R തമ്പി, ഷാജി മാടയിൽ എന്നിവർ സംസാരിച്ചു. KD വിശ്വനാഥൻ പ്രസിഡന്റ്, R ബിജു സെക്രട്ടറി എന്നിവരുൾപ്പെട്ട പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പിന്നെ അവർക്ക് കിട്ടുന്നത് ഓടുന്നതനുസരിച്ചുള്ള ഒരു ചെറിയ കമ്മീഷനാണ്. ആ കമ്മീഷൻ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ടാക്സിയുടെ ഓട്ടോ ഒക്കെ വളരെ കുറവാണ്. 1000 രൂപ ഓടിയാലാണ് ഒരു 100 രൂപ അതിൽ നിന്നും കിട്ടുന്നത്. പിന്നെ അങ്ങനെ കിട്ടുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം 150 രൂപ കൊണ്ട് ഒരു തൊഴിലാളിക്ക് ജീവിക്കാം. അങ്ങനെ 1000 രൂപ കിട്ടിയാൽ വൈകുന്നേരം വരെ ഓടാതെ കാത്ത് വേടാമ്പലിനെ പോലെ കാത്തിരുന്ന അവസാനം സൊറ പറഞ്ഞ് ഒക്കെ പിരിയുന്ന ആളുകളുണ്ട്. കയ്യിൽ നിന്ന് കാശ് മുടക്കി കാപ്പിയും കുടിച്ച് ഊണ് കൊണ്ടുവരുന്ന ആളുകൾ, ഈ മോഹനെ പോലുള്ള ആളുകൾ ഊണ് കൊണ്ടുവരുന്നതുകൊണ്ട് വലിയ കിടപ്പില്ല. ചോറുമായിട്ടാണ് രാവിലെ പൊതിച്ചോറുമായിട്ടാണ് പോരുന്നത്. അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. അതല്ലെങ്കിൽ ഊണ് കഴിക്കാനുള്ള കാശ് പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെ ടാക്സി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യമായിട്ടുള്ള ഒരു വരുമാനം ഇന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. ആ തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധിയോ
തൊഴിൽ സുരക്ഷിതത്വ നടപടികളോ മറ്റ് ഇൻഷുറൻസ് പരിരക്ഷയോ മറ്റു കാര്യങ്ങളൊന്നും ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഏറ്റവും താഴെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലും ടാക്സി തൊഴിലാളികൾക്ക് അല്പം കൂടി ഭേദമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തക ക്യാമ്പ് വൈക്കത്ത് ആരംഭിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 3 ദിനങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ VN രാജശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് കടന്നു വരുവാൻ വിദ്യാർത്ഥികൾ താൽപ്പര്യം കാണിക്കണമെന്നും അന്തരീക്ഷ മലിനീകരണം, മാലിന്യ സംസ്കരണം എന്നിവയുടെ പരിഹാര മാർഗത്തിനായി ഗവേഷണങ്ങൾ നടത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സുവർണ ജൂബിലിയിലേക്ക് കടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തക ക്യാമ്പാണ് വൈക്കത്ത് നടക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് KT രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വിജയൻ, സ്വാഗത സംഘം കൺവീനർ K രാജൻ എന്നിവർ സംസാരിച്ചു. വേണം മറ്റൊരു കേരളം പ്രചാരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ വിദ്യാഭ്യാസം, ജെൻഡർ, സംസ്കാരം, ആരോഗ്യം, മാലിന്യ സംസ്കരണം, മദ്യ ഉപഭോഗം തുടങ്ങിയ വിഷയങ്ങളിലെ പഠന റിപ്പോർട്ട് ക്യാമ്പിൽ അവതരിപ്പിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച പരിഷത്ത് നടത്തിയ കേരള സ്ത്രീ എങ്ങനെ ജീവിക്കുന്നു എന്ന പഠനത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതുപോലെ തിരുവനന്തപുരത്തുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഏറ്റവും കേരളത്തിൻ്റെ ജൈവ വൈവിധ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യാവുന്ന ഒരു സ്ഥാപനം, ഷോക്കേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ്, ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഇപ്പോഴും ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ ഇതൊക്കെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായി മാറി ഇരുന്നാൽ പോരാ. ഈ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മളെ പോലെയുള്ള ഇങ്ങനെ ആളുകൾ ഈ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മളെല്ലാവരും വ്യാപൃതരാകേണ്ട ആവശ്യമുണ്ട്. പിറവം കളമ്പൂരിൽ കിണർ മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയി. കളമ്പൂർ ചെറുപ്പയത്തിൽ സോമന്റെ വീട്ടിലെ കിണറാണ് താഴ്ന്നുപോയത്. രാവിലെ 11 മണിക്ക് കിണർ തേകുവാൻ വേണ്ടി പണിക്കാരൻ ഇറങ്ങുമ്പോഴാണ് ആദ്യ ഇറങ്ങ് താഴേക്ക് പോകുന്നത് കണ്ടത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പൂർണ്ണമായും കിണർ മണ്ണിനടിയിൽ ആയി. കിണർ താഴ്ന്നു പോകുന്നത് കണ്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണമറിയാതെ പകച്ചു നിൽക്കുകയാണ് വീട്ടുകാർ. പുള്ളിയെ കൊണ്ട് വെള്ളം തേവിക്കാന്ന് വെച്ചിട്ട് നമ്മൾ പുള്ളിക്കാരനെ വിളിച്ച് കിണറ്റിലേക്ക് ഇറക്കാനായിട്ട് പുള്ളി ഇറങ്ങുന്ന സമയത്താണ് ഏറ്റവും അടിയിലത്തെ ഒരു സ്ലാബ് താഴ്ത്തേക്ക് കൊണ്ടുപോയി. പുള്ളി അങ്ങനെ പേടിച്ച് മുകളിലേക്ക് കയറി. പിന്നെ ഓരോന്നോരായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ മൊത്തം താഴ്ത്തേക്ക് ഇരിക്കുന്നു. എന്താ സംഭവം എന്നുള്ളറിയില്ല. ദൈവാദിനം കൊണ്ട് പുള്ളി പിന്നെ സ്ലാബ് മേത്ത് വിടാണ്ട് രക്ഷപ്പെട്ട് കയറി പോന്നു കരോട്ടേക്ക്. ഇനിയിപ്പോൾ അതിന് സമാധാനം പറയേണ്ടി വന്നു. ജാസ്മിൻ ദി ഹിസ്റ്ററി ഓഫ് പിറവം അഥവാ ചരിത്രം ഉറങ്ങുന്ന പിറവം എന്ന പേരിലുള്ള പിറവത്തിൻ്റെ ഫീച്ചർ ഫിലിം അണിയറയിൽ ഒരുങ്ങുന്നു. ബ്ലൂ ടിൻറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് പിറവത്തിൻ്റെ ഫീച്ചർ ഫിലിം ഒരുക്കുന്നത്. TV ഫിലിം മേക്കർ വിനോദ് റാം നിർമ്മാണവും പ്രേംസൺ പാഴൂർ സംവിധാനവും നിർമ്മിക്കുന്നു. ഗാനരചന KRP. പുതിയ സിനിമയായ മലയാള നാട് ഫെയിം ഹാരിസ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു. അടുത്ത മാസം 17-ന് പൂജ നടക്കും. തികച്ചും വ്യത്യസ്തമായ ഒന്നായിരിക്കും പിറവത്തിൻ്റെ ഈ ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ സാധാരണ ഡോക്യുമെൻ്ററി അല്ല. ഡോക്യുമെൻ്ററിയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഫീച്ചർ ഫിലിം ആയിരിക്കും. ഈ ഫീച്ചർ ഫിലിമിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ദി ഹിസ്റ്ററി ഓഫ് പിറവം എന്നാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. ഇതിന് മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഗവൺമെൻറ് ഇതിൻ്റെ പിറവത്തിൻ്റെ മാത്രമല്ല വേറെ ഒരുപാട് ചരിത്രപ്രധാനമായ ഗ്രാമങ്ങളും ഇതെല്ലാം ഉള്ള ഓരോ സ്ഥലത്ത് ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഇതിൻ്റെ ചെയ്യണം. കാരണം ഭാവി തലമുറയ്ക്ക് ഇതൊരു ഒരു മുതൽക്കൂട്ടാണ് സംഭവം. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇതുപോലൊരു ഫീച്ചർ ഫിലിമുകൾ, ഡോക്യുമെൻ്ററികൾ ഇത് മുതൽക്കൂട്ട് തന്നെയാണ്. ഞാനും ഹാരിസും തമ്മിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. ഈ വർഷങ്ങൾക്ക് ഒരു 5-8 വർഷത്തെ ഗ്യാപ്പുണ്ട് ഞങ്ങൾ. ഒരു 10 വർഷമായി ഇതിൻ്റെ പിറവത്തിൻ്റെ റിസർച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് CP വർഗീസ് ചേട്ടനുണ്ടായിരുന്നു. CP വർഗീസ് ചേട്ടനും കാര്യത്തിൽ മാത്തുക്കുച്ചി ചേട്ടനും കൂടിയാണ് എനിക്ക് ആദ്യമേ ഒരു ബുക്ക് തരുന്നത്. പിറവത്തിൻ്റെ ചരിത്രം എന്ന് CP വർഗീസ് ചേട്ടന് എഴുതിയ ഒരു ബുക്ക് എനിക്ക് തരുന്നത്. ആ ബുക്ക് വെച്ച് പഠിച്ചു. പിന്നെ ബാക്കിയുള്ള ചരിത്രങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് പോയി അന്വേഷിച്ച് തേടി പിടിച്ച് ഓരോ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കി അതിൽ നിന്ന് രൂപം കൊടുക്കുന്ന ഒരു പ്രത്യേകമായ, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആധുനികമായ രീതിയിൽ തന്നെ ആ ടെക്നോളജി ഉള്ള ഒരു സിനിമ സെറ്റപ്പിൽ തന്നെ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫിലിമിലേക്ക് നമ്മൾ തിയേറ്ററിൽ കാണിക്കാൻ പോകുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമായിരിക്കും ഇത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പുള്ളി സന്ധ്യാവേലയ്ക്ക് ഭക്തിനിർഭരമായ പരിസമാപനം.
അഷ്ടമി ഉത്സവത്തിന് കൊടികയറുന്നതിന് മുമ്പുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്നാണിത്. മുഖ്യ സന്ധ്യാവേലയ്ക്ക് നാളെ തുടക്കമാകും. പുള്ളി സന്ധ്യാവേലയുടെ സമാപന ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക എഴുന്നള്ളിപ്പ് നടന്നു. രാജഭരണകാലം മുതൽ നടത്തിയിരുന്ന ചടങ്ങായിരുന്നു പുള്ളി സന്ധ്യാവേല. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ആദ്യമായി ഈ ചടങ്ങ് തുടങ്ങിയത്. തീരപ്രദേശങ്ങൾ പിടിച്ചടക്കിയപ്പോൾ യുദ്ധത്തിൽ മരിച്ച അനന്തരാവകാശികളില്ലാത്ത പടയാളികളുടെ കുടിശ്ശിക ശമ്പളത്തിൻ്റെ പലിശ കൊണ്ടാണ് എല്ലാ വർഷവും ഒന്നിടവിട്ട 4 ദിവസം പുള്ളി സന്ധ്യാവേല നടത്തിയിരുന്നത്. മുഖ്യ സന്ധ്യാവേലയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും. കാർത്തിക വരെയാണ് മുഖ്യ സന്ധ്യാവേല നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നടക്കാവ് ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പിറവത്ത് നിന്ന് മുളന്തുരുത്തിയിലേക്ക് ജനകീയ മാർച്ച് നടത്തി. പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ഉദയനാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പൊങ്കാല നടത്തി. AITUCയുടെ നേതൃത്വത്തിൽ മോട്ടോർ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വിവിധ യൂണിയനുകൾ ഒന്നായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. സിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം.